അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. പ്രിയപ്പെട്ട ദേശീയ സയ്യിദ് മനോഹർ അലി ശിഹാബ്, സ്വാഗതം ആശംസിച്ച അബ്ദുൽ ഹമീദ് മാഷ്, ആദിൽ ഉബൈസ് ഹുസൈൻ തങ്ങൾ MLA അവർ, പാതിരമണ്ണ അബ്ദുറഹിമാൻ ഫൈസി അവറുകളെ, ആദരണീയനായ ഉസ്താദ് ഹംസക്കുട്ടി മുസ്ലിയാർ അവർ, ഹൈദർ ഫൈസി പനങ്ങാര, CK അബ്ദുറഹ്മാൻ ഫൈസി അവറുകളെ, വേദിയിൽ ബഹിഷ്ഠരായിട്ടുള്ള ജാമ്യയുടെ സമാദരണീയരായിട്ടുള്ള ഉസ്താദുമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ കൂടിയ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏറെ തപിക്കുന്ന ഹൃദയങ്ങളുമായിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത്. പള്ളിയിലിപ്പോൾ മുമ്പൊക്കെ നടക്കുന്ന ഓരോ പരിപാടിയിലും മഹാനായ ആലിക്കുട്ടി ഉസ്താദ് അവരുടെ സാന്നിധ്യം നമുക്ക് ഈ പള്ളിയിലെ ഇതിന് മുമ്പ് നടന്ന പല പരിപാടികളിലും, പള്ളിയിലെ എല്ലാ പരിപാടികളും തന്നെ പറയാം, ജാമ്യയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ പരിപാടിയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗാനന്തരം ആദ്യമായി നമ്മൾ ഈ പള്ളിയിൽ വീണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ സാന്നിധ്യം നമുക്കറിയാം. അതേ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ആലിക്കുട്ടി ഉസ്താദ് അവരുടെ ആ ആത്മീയമായിട്ടുള്ള സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ വേദിയിലെ ഒരു സീറ്റിൽ അദ്ദേഹം ഒതുങ്ങിയിരിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ കാണുകയാണ്. ഹമീദ് മാഷ് ദീർഘമായിട്ട് തന്നെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ആലിക്കുട്ടി ഉസ്താദ് അവരുടെ കോളേജുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ സമകാലികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഹമീദ് മാഷയുടെ സംസാരത്തിൽ ഇവിടെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നു. ഇനിയും ഇവിടെ ഉസ്താദുകളോടൊപ്പം സേവനമനുഷ്ഠിച്ചുള്ള മറ്റു ഉസ്താദുമാർ അവർ പലരും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. അതിനുശേഷം 1,00,000 ഇഖ്ലാസ് മഹാനവറുടെ പേരിൽ ഓതി നമുക്ക് ഹദിയ ചെയ്യേണ്ടതുമുണ്ട്. അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജാമ്യയുടെ ചരിത്രവുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തിയിട്ടുള്ള ഉസ്താദുകൾ ജാമ്യയിലെ ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലക്ക് മാത്രമല്ല, ജാമ്യയുടെ ഏറ്റവും വലിയൊരു അഭ്യുദയകാംക്ഷിയും അതുപോലെ തന്നെ ജാമ്യയുടെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റി ദീർഘകാലം നമുക്ക് മുമ്പിൽ നടന്ന ഒരു വ്യക്തിത്വവുമായിരുന്നല്ലോ ആലിക്കുട്ടി ഉസ്താദ് അവർക്ക്. ഉസ്താദ് എന്നുള്ള നിലക്ക് ദീർഘകാലം ജാമ്യയുടെ ഭാഗമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. മുൽ മദാരിസ് എന്ന നമ്മുടെ മഹനീയമായിട്ടുള്ള സ്ഥാപനം, അവിടെ നിന്നും പഠിച്ചിറങ്ങിയ, പൈലി ബിരുദം തേടിയിറങ്ങിയ ആയിരക്കണക്കായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, അവരിൽ ബഹുഭൂരിഭാഗത്തിൻ്റെയും ഉസ്താദിയത്ത് അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു വലിയ മഹാനായിരുന്നു ഉസ്താദുൽ അസാത്തീദ് ആയിരുന്നു മഹാനായ ആലിക്കുട്ടി മുസ്ലിയാർ അവറുകൾ. ഹമീദ് മാഷ് പറഞ്ഞ ഒരു 10,000-ഓളം ഫൈലുമാരിപ്പോൾ ബിരുദം നേടി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിലെ ബഹുഭൂരിഭാഗത്തിനും അതിൻ്റെയൊക്കെ ഉസ്താദിയത്ത് അത് അവകാശപ്പെടുവാൻ കഴിയുക മഹാനവറുകൾക്ക് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ, അവരുടെ എല്ലാം ഉസ്താദുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് അത് കേവലം ഒരു ഗുരു ശിഷ്യ ബന്ധം എന്നതിലുപരിയായി ഒരു പിതാവിനോടുള്ള ബന്ധം എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ തന്നെ അത് അനുഭവപ്പെടാറുള്ളത് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് പറയുവാൻ കഴിയും. ഉസ്താദുമായിട്ടുള്ള പെരുമാറ്റം അങ്ങനെയാണല്ലോ. പണ്ഡിതശ്രേഷ്ഠരായിരുന്ന അദ്ദേഹത്തോട് ആ ഒരു അകലം പാലിച്ചുകൊണ്ടായിരുന്നില്ല ശിഷ്യന്മാർ ബന്ധപ്പെട്ടിരുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ജീവിതത്തിൻ്റെ നാനാതുറകളിലും
ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് ശിഷ്യന്മാർ ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ തന്നെയുണ്ട്. ജാമ്യയിൽ ഉസ്താദുമാരായിട്ടുണ്ട്, മറ്റ് മേഖലകളിൽ ഉയർന്നവരുണ്ട്, മുഷാവറ തലത്തിൽ വരെ ഉയർന്നു വന്നിട്ടുള്ളവരുണ്ട്. വിവിധ പള്ളികളിൽ ഉയർന്ന ദർസകൾ കൈകാര്യം ചെയ്യുന്നവരായിട്ടുള്ളവരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ ഉസ്താദുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് ഒരു അകൽച്ച പാലിക്കുന്ന ബന്ധമായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു വലിയ ഉസ്താദുമാരൊക്കെ ആകുമ്പോൾ ഒരു ശിഷ്യന്മാർക്ക് ഒരു അകൽച്ച തോന്നുമല്ലോ, ബഹുമാനത്തിൻ്റെ പേരിൽ. എന്നാൽ ആലുകുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഏറ്റവും ഉള്ളൊരു അടുപ്പമാണ് ഉസ്താദുമായിട്ടും ശിഷ്യന്മാരുമായിട്ടും ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാഴ്ചയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹം അങ്ങനെ തന്നെയാണ് കുട്ടികളോട്, കുട്ടികൾ എന്ന് തന്നെയാണ് അദ്ദേഹം അവരൊക്കെ പറയാറുള്ളത്. തൻ്റെ ശിഷ്യഗണങ്ങളെ കുട്ടികൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യാനുള്ളതും അവരോട് പെരുമാറാറുള്ളത്. അങ്ങേയറ്റത്തൊരു വാത്സല്യമാണ് സാധവകളുടെ പെരുമാറ്റത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നു. തിരുക്കാട്ടിലുള്ള സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം ജാമ്യയിൽ വരും. അവിടെ സബക്ക് എടുത്തുകൊണ്ടാണ് മറ്റ് ജീവിതത്തിലെ മറ്റ് ദൈനംദിന കാര്യങ്ങളിലേക്ക് തന്നെ അദ്ദേഹം പ്രവേശിക്കാറുള്ളത്. മറ്റ് പരിപാടികളിലൊക്കെ അദ്ദേഹം പോകാറുള്ളത് ഇവിടെ വന്ന് ആ ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ്. പാണക്കാട് കൂടി കടന്നു പോകുന്ന സന്ദർഭം, അതിലൂടെ റോഡിലൂടെ പോകുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ അവിടെ ഞങ്ങളുടെ വീടുകളിൽ അദ്ദേഹം സന്ദർശിക്കും. ശിഹാബങ്ങളുടെ സമയത്തും അല്ലാത്തപ്പോഴും അവിടെ കൊടപ്പനക്കൽ കയറും. ഉമ്മറലി തങ്ങളുണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് കയറും. ഹൈദരലി തങ്ങളുടെ സമയത്ത് അവിടെയും കയറും. പിന്നെ പള്ളിയിലേക്ക് പോവും, അവിടെ സിയാറത്തിന്, ബാപ്പാൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ. പിന്നെ നമ്മളെ വീടും അതിന് കൂടെ പോകുമ്പോൾ അവിടെ ഒന്ന് കയറും. അങ്ങനെ എല്ലായിടത്തും കയറിയിട്ടാണ് അദ്ദേഹം തൻ്റെ യാത്ര അവിടുന്നായിട്ട് പിന്നെ തുടരാറുള്ളത്. അത് ഒരു ശൈലിയായിരുന്നു, മഹാനവകളുടെ ശൈലിയായിരുന്നു. നമ്മുടെ കുടുംബവുമായിട്ടുള്ള അഭേദ്യം, എൻ്റെ ബാപ്പ ഉള്ള കാലം തൊട്ടുള്ള ബന്ധമാണ്. ആ അനുഭവങ്ങളൊക്കെ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹവുമായി യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ കാറിന്നും ട്രെയിനിൽ നിന്നൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ അദ്ദേഹം നമുക്കൊക്കെ തന്നെ പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ തന്നെ ഒരു ചരിത്ര പുസ്തകമാണ്, ഒരു പാഠപുസ്തകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊക്കെ തന്നെ നമുക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സാധിച്ചത്. ഏത് പരിപാടിയും കേൾക്കുവാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. യാത്ര ചെയ്യാൻ തന്നെ ഒരു ഇഷ്ടമായിരുന്നല്ലോ. സ്വദേശത്തേക്കായാലും വിദേശത്തേക്കായാലും യാത്രയെ അദ്ദേഹം ആസ്വാദനത്തോടെ കാണുകയും ആ യാത്രകളിൽ അതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അതിൻ്റെയൊക്കെ സാഫല്യം നേടുകയും ചെയ്തു. ഒക്കെ ജാമ്യയുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള യാത്രകളാണ്, പ്രത്യേകിച്ച് ഗൾഫ് യാത്രകൾ, മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ. അവിടെയൊക്കെ പോകുമ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ സമയം അതിനു വേണ്ടി മാത്രമാണ് അദ്ദേഹം ചിലവഴിച്ചിരുന്നത്. ആളുകളെ കാണാനും ജാമ്യ സംബന്ധമായിട്ടുള്ള മറ്റ് യോഗങ്ങളിൽ സംബന്ധിക്കുന്നതിനൊക്കെ സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി അതിലൊക്കെ ആത്മാർത്ഥമായിട്ട്, അത് കാട്ടിക്കൂട്ടലായിരുന്നില്ല, ആത്മാർത്ഥമായിട്ട് തന്നെ അതിലൊക്കെ ബന്ധപ്പെടുകയും ജാമ്യയോടുള്ള ആ ഒരു കൂറും ബഹുമാനവും ഭക്തിയും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. സംസ്ഥയുടെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന സന്ദർഭങ്ങളിലും ആ ഉത്തരവാദിത്വ ബോധം പരമാവധി അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനവും ഉണ്ടായിരുന്നത്. ജാമ്യയുടെ ഒരു പ്രതീകമായിരുന്നു. ആലുകുട്ടിയെ കുറിച്ച് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പറയുവാൻ കഴിയുക, ജാമ്യ നൂരിയ അറബിയയുടെ ഒരു പ്രതീകമായിട്ടാണ് ആലിക്കുട്ടി മുസ്ലിയാരുടെ ജീവിതത്തെ ചരിത്രവും സമൂഹവും വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. ഷെയ്ഖുൽ ജാമ്യ അസ്ഹറിലുണ്ട്, ഷെയ്ഖുൽ ജാമ്യ ഉണ്ട്. ഷെയ്ഖുൽ ജാമ്യ മക്കയിലെ ഉമ്മുൽ ഖുറ ജാമ്യയിലുണ്ട്, ഷെയ്ഖുൽ ജാമ്യ ഉണ്ട്. ഷെയ്ഖുൽ ജാമ്യ മില്ലിയയിലുണ്ട്, ഡൽഹിയിലെ ജാമ്യ മില്ലിയയിലുണ്ട്, ദൈവബന്ദിലുണ്ട്, ഇസ്ലാമിയ കോളേജിലുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഷെയ്ഖുൽ ജാമ്യ കേരളത്തിൽ
ഉള്ളത് ഒരേ ഒരാളാണ്. കേരളത്തിന് ഒരുപാട് ജാമ്യയുടെ ആ ഒരു പദവിയില്ലെങ്കിലും ഒരുപാട് സ്ഥാപനങ്ങൾ, ഉമ്മുൽ മദാരിസാണല്ലോ ജാമ്യ. എന്നാൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള മറ്റൊട്ടേകം സ്ഥാപനങ്ങൾ കേരളത്തിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ സാങ്കേതികമായിട്ട് അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ ആയിട്ട് ഷെയ്ഖുൽ ജാമ്യ ഉണ്ടാവും. പക്ഷെ കേരളത്തിൽ ഷെയ്ഖുൽ ജാമ്യ എന്ന് അറിയപ്പെടുന്ന ഒരേ ഒരു വ്യക്തിത്വം മഹാനായ ആലിക്കുട്ടി ഉസ്താദ് തന്നെയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പാണ്ഡിത്യത്തിൻ്റെയും ആ നേതൃ മഹിമയുടെയും അതിലൊക്കെ ഉപരിയായിട്ട് ആ ഒരു പെരുമാറ്റത്തിൻ്റെയും, ഏത് മേഖലയും അങ്ങനെ ഒന്നുണ്ടല്ലോ, ഒരു പെരുമാറ്റത്തിൻ്റെ ഒരു ഗരിമയുണ്ട്. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവും. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് പെരുമാറ്റത്തിൻ്റെ ഒരു മര്യാദയും ഗരിമയും അത് സമൂഹത്തിന് മാറ്റിവെക്കാൻ പറ്റില്ല. അത് സമൂഹം ഒരിക്കലും മറക്കുകയുമില്ല. സമൂഹം അത് പെട്ടെന്ന് മനസ്സിലാക്കും. സമൂഹം അത് ഉൾക്കൊള്ളും. ഉൾക്കൊള്ളുക മാത്രമല്ല, സമൂഹം അത് നെഞ്ചിലേറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ജാമ്യ അദ്ദേഹത്തിൻ്റെ ആ പദവി ജനങ്ങൾ അംഗീകരിക്കുന്നത്, സമൂഹം അംഗീകരിക്കുന്നത്. പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, പതിറ്റാണ്ടുകളായി പത്രങ്ങളിലൊക്കെ നമുക്കത് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ആലിക്കുട്ടി ചോദിച്ചാൽ അങ്ങനെയല്ല, കെ ആലിക്കുട്ടി മുസ്ലിയാർ, അങ്ങനെ വരാൻ അദ്ദേഹത്തിൻ്റെ പേരങ്ങനെയാണല്ലോ. വെറുതെ ആലിക്കുട്ടി വലിയ എഴുതില്ല. ദീനി പണ്ഡിത മേഖലകളിൽ പ്രൊഫസർ എന്നറിയപ്പെട്ട, ആദ്യമായി അറിയപ്പെടുന്ന വ്യക്തിത്വം ആലിക്കുട്ടി വലിയ തന്നെയാണ്. അതൊരു അക്കാദമിക് യോഗ്യത ആയിട്ടല്ല, അതിൻ്റെ മേലെയാണത്. അക്കാദമിക് യോഗ്യതയുടെ മേലെയാണ് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർക്കുള്ളത്. അത് സമൂഹം കൽപ്പിച്ചരുളിയ ഒന്നാണ്. ജനങ്ങൾ തന്നെ അദ്ദേഹത്തിന് എടുത്ത് കൊടുത്തിട്ടുള്ള പേരാണ്. ജനങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകൾ, ആത്മീയ മേഖലയിലെ ഒരു ഡിപ്പാർട്ട്മെൻ്റൽ സ്ഥാനമായിട്ടാണ് നമുക്കതിനെ കാണുവാൻ കഴിയുന്നത്. അത് അദ്ദേഹത്തിന് മാത്രമേ അത് അർഹതയുള്ളൂ. അതൊരു വലിയ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചതും. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ തന്നെ ആ ഒരു ഉത്തരവാദിത്വ ബോധം അത് നിറഞ്ഞു നിൽക്കുന്നു. ഏതായാലും ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമില്ല. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട്, മരണം എല്ലാവർക്കും അതില്ലാത്തല്ലോ, ആ അലംഘനീയമായ വിധി എല്ലാവർക്കും ബാധകമാണ്. അത് ഇനി അത് സംഭവിക്കുകയുണ്ടായി. ഉയർന്ന ദർജകളിലേക്കുള്ള യാത്രയാണ്. മഹാന്മാരുടെ മരണം അങ്ങനെയാണ്, ഉയർന്ന ദർജകളിലേക്കുള്ള യാത്രയാണ്. ഭൂമിയിലെ വാസം അവസാനിപ്പിച്ച് പിന്നെയും ആ യാത്ര തുടരുകയാണ്. ഉയർന്ന ദർജകളിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിലാണ് മഹാനവറുകളുള്ളത്. അദ്ദേഹത്തോടൊപ്പം നമുക്കും ഉഹ്റവിയായ ജീവിതത്തിൽ സ്വർഗീയ വസന്തത്തിലേക്ക് അള്ളാഹു നമ്മയും കൈപിടിച്ചുയർത്തുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ചിലപ്പോൾ നമ്മളിവിടെ കൂടി നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഖലാസ് ഓതിക്കൊണ്ട്, ഖലാസ് ഓതിക്കൊണ്ട് ഇന്നതിന് നമ്മളുള്ള ബഹുമാനവും, നമുക്ക് അദ്ദേഹത്തുള്ള ബഹുമാനവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കാൻ, അതാദ്യം തന്നെ ജാമ്യയ്ക്ക് അതിന് അവസരം ലഭിച്ച അദ്ദേഹത്തിൻ്റെ 4 പതിറ്റാണ്ടിലേറെ ചരിത്രമുള്ള ജാമ്യ, ആ ജാമ്യയിൽ നിന്ന് തന്നെ ആ അനുസ്മരണത്തിൻ്റെ തുടക്കവും നമുക്ക് കുറിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഏറ്റവും അടുത്തുള്ളവർ ദ്വാരക്കുമ്പോഴാണല്ലോ അതിന് ഏറ്റവും വലിയ ഒരു പുണ്യമുണ്ടാവുക, ഒരു സ്വീകാര്യത ഉണ്ടാവുക. ഒരാൾക്ക് അയാളേറെ ഇഷ്ടപ്പെടുന്നത് തൻ്റെ മക്കളിൽ നിന്നുള്ള പ്രാർത്ഥനകളാണ്. കബറാളികൾക്ക് അങ്ങനെ ഒരു സ്വപ്നമുണ്ട് എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ കുളിർ ജലം പോലെയാണ് ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ കാതോർക്കുമെന്നാണ് തനിക്കേറെ ഇഷ്ടമുള്ളവർ വന്നുകൊണ്ട് ഒരു ഫാത്തിഹ ഓതുന്നത്, ഒരു ഇഖ്ലാസ് ചൊല്ലുന്നത്, അവർക്ക് വേണ്ടി ദുആ ഉരുവിടുന്നത്. ഏതുപോലെ മരുഭൂമിയിൽ
ദാഹിച്ച് വരളുന്നവൻ വരിച്ച വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെയാണ് ആ ഖബറാളി തനിക്ക് വേണ്ടി തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, തൻ്റെ മക്കളാകാം, ഭാര്യയാകാം, ഏറ്റവും അടുപ്പമുള്ളവരാകാം, അവരുടെ ആ കാലച്ചകൾ ശ്രവിച്ചുകൊണ്ടാണ് മയ്യത്ത് കിടക്കുക എന്ന് പറയുന്നുണ്ട്. ആ കാലച്ചുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഓരോ മയ്യത്തും. ഇവിടെ മഹാനവർകൾ അവർക്ക് നമ്മൾ ചൊല്ലുന്ന ഓരോ, ഇപ്പോൾ ഇവിടെ ചൊല്ലുന്ന നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മക്കളെ പോലെയാണല്ലോ, കുട്ടികൾ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നത്, നമ്മുടെ കുട്ടികൾ എന്നാണ്. അപ്പോൾ ആ കുട്ടികൾ ചൊല്ലുന്ന ഓരോ ഇഖ്ലാസും അത് ഏറ്റവും വലിയ ആശ്വാസമായി ആ ഖബറിടത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് വിചാരിക്കുന്നു. അള്ളാഹു അവരോടൊപ്പം നമ്മയും പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടട്ടെ. അദ്ദേഹത്തിൻ്റെ ദർജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് നിർവഹിക്കുന്നു.